അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, SSF സാഹിത്യോത്സവിൻ്റെ ഈ അസുലഭ മുഹൂർത്തത്തിൽ അറിവാണ് ധനം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ഞാനും സംസാരിക്കാം. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. അന്ധകാരങ്ങളുടെയും അനാചാരങ്ങളുടെയും കോട്ടമധ്യത്തിൽ നിന്ന് മുളപൊട്ടിയ ദീനുൽ ഇസ്ലാം നിരക്ഷര ജനതയെ നേരിലേക്ക് നയിക്കാൻ അറിവ് അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തി മുത്തുനബിയിലൂടെ നിർഗളിച്ച പരിശുദ്ധ ഖുർആനിലെ ആദ്യ വചനം തന്നെ ഇഖ്റ, വായിക്കുക എന്നായിരുന്നു. തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും തിരിച്ചറിയാൻ അറിവ് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം മക്കയിലെ കാട്ടാൾ സമൂഹത്തിന് അറിവ് നൽകിയത്. അതവരിൽ വിവേകം സൃഷ്ടിച്ചു. കലുഷിത ഭൂമി ശാന്ത സൗഹാർദ്ദ മണ്ണാക്കി ഇസ്ലാം പരിവർത്തിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ചെന്ന് മദ്യം നിരോധിക്കാൻ പല ഉരു പറഞ്ഞത് കള്ള് ശരീരത്തെ കൊല്ലും എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ്. ഈ തിരിച്ചറിവ് മഹാനുപകർന്നത് ദീനുൽ ഇസ്ലാമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ്. അറിവാണ് ദീനിനെ നിലനിർത്തുന്നത് എന്നല്ല, മനുഷ്യന്റെ സ്വൈര ജീവിതം തന്നെ നിലനിർത്തുന്നത് അറിവ് എന്ന അമൂല്യനിധിയാണ്. തോന്നിയത് വിളമ്പി പറയുക എന്നതല്ല ഇസ്ലാമിൻ്റെ ശൈലി. ആദ്യം പഠിക്കണം, പിന്നീടാണ് പഠിപ്പിക്കേണ്ടതെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച വഹിയിലൂടെ അല്ലാഹു തആല കാണിച്ചു തന്നത് ഇതാണ്. ഇസ്ലാമിക പ്രബോധകരായി വന്ന 1,24,000 പ്രവാചകരും തികഞ്ഞ പാണ്ഡിത്യമുള്ളവരായിരുന്നു. ഒരു ജനതയെ നേരിലേക്ക് നയിക്കാൻ അതുല്യമായ അറിവ് അനിവാര്യമാണ്. വിശുദ്ധ ഇസ്ലാമിലെ പ്രഥമ ആരാധന കർമ്മമായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കും മുമ്പേ കുട്ടികൾക്ക് അറിവ് പഠിപ്പിക്കൽ നിർബന്ധമാണെന്ന് മാതാപിതാക്കളോട് കൽപ്പിക്കുന്നു. ആണാകട്ടെ പെണ്ണാകട്ടെ മുഅ്മിനാണോ, അറിവ് പഠിക്കൽ അവർക്ക് നിർബന്ധമാണ്. ലോകഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചാൽ ലഭിക്കാത്ത ഒന്നും തന്നെ ഇല്ല. പ്രപഞ്ചമഖിലവും മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. എന്നാൽ മുത്തായ തങ്ങളോട് അധികരിപ്പിക്കാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഇൽമായിരുന്നു. മുത്തുനബിയോളം അറിവുള്ള ഒരാളും തന്നെ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടില്ല, ഇനി വരികയുമില്ല. ആ തങ്ങളാണ് റബ്ബി സിദ്നി ഇൽമ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ നാഥ എന്ന് പ്രാർത്ഥിക്കുന്നത്. അറിവ് അമൂല്യനിധിയാണെന്ന പാഠമാണല്ലോ ഇത്. വഫാത്തിന്റെ അല്പസമയം ബാക്കി നിൽക്കെ ഭൃത്യൻ വന്ന് ചോദിച്ചു, നബിയെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മുത്തായ തങ്ങളുടെ മറുപടി, നീ നിസ്കരിച്ചോ, നോമ്പെടുത്തോ, സകാത്ത് കൊടുത്തോ എന്നായിരുന്നില്ല, നീ ഇൽമു തേടിക്കോ എന്നായിരുന്നു. ഇത്രയും വലിയ സ്ഥാനം ഇസ്ലാം ഇൽമിന് കൽപ്പിക്കുന്നുണ്ട്. ഒരധ്യായം ഇൽമു പഠിക്കുന്നത് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ളതാണെന്ന് അദ്കിയ എന്ന കിതാബിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആലിമീങ്ങൾ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണെന്ന് പ്രഖ്യാപിക്കലിലൂടെ സമൂഹത്തിലെ ഉന്നത സ്ഥാനം അവർക്ക് നൽകി. ത്യാഗങ്ങൾ എത്ര സഹിക്കേണ്ടി വന്നാലും അറിവ് തേടി യാത്ര ചെയ്യണമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തി. വിശുദ്ധ ഖുർആനിൽ പറയുന്ന അതിപ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണ്. ഈ ചോദ്യത്തിലൂടെ ഇരു വിഭാഗത്തിൻ്റെയും അന്തരത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഏറ്റവും തരം താഴ്ന്നവൻ അറിവില്ലാത്തവനാണ്. പഠിക്കാൻ അവസരം ലഭിച്ചിട്ടും പഠിക്കാത്തവൻ അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി അറിയേണ്ടി വരുമെന്ന് വിശ്വാസികളെ ഇസ്ലാം ഉത്ബോധനം ചെയ്യുന്നു. അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് സമ്പത്ത്, അറിവ്, അധികാരം എന്നീ 3 കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചു, ഇതിൽ ഇഷ്ടമുള്ളതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അറിവാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം തിരഞ്ഞെടുത്തത്. അത് കാരണമായി ലോക ചക്രവർത്തിയും ഏറ്റവും വലിയ സമ്പന്നനുമായി അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഉയർത്തി. അറിവ് മറ്റെല്ലാ സൗഭാഗ്യങ്ങളെയും നമുക്ക് നൽകുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. നോളജ് ഇസ് ലൈക്ക് എ ഗാർഡൻ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് കൾട്ടിവേറ്റഡ് ഇറ്റ് കനോട്ട് ബി ഹാർവസ്റ്റഡ് എന്ന വാചകം നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.